ഒരു സ്ഥലത്ത് 8 മുതൽ 8 വരെ, വേറെ സ്ഥലത്ത് 8 മുതൽ 9 വരെ, വേറെ സ്ഥലത്ത് 9, 9 വരെ. ഇമാമെന്നോടെ 4 പള്ളിയിൽ ഇത് പറ്റൂലേ? അത് അതിൻ്റെതായ സുന്നത്തും ചട്ടവും മട്ടൊക്കെ പാലിച്ച് നിർവഹിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഏച്ചുട്ടിയുള്ള ഒരു നിസ്കാരം. ഇനി അതെന്നെ വെട്ടിച്ചുരുക്കാൻ എന്താ ഉണ്ടാകാം? സുന്നത്ത് എങ്ങനെ നിർവഹിക്കണം എന്ന് നിങ്ങൾ ഒരൊറ്റ ഹദീസ് ഞാൻ അതിന് പറയാം. കുറെ ഹദീസുകൾ, ഒറ്റ ഹദീസ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നാഫിലതു ഹദിയത്തുൽ മുഅ്മിൻ ഇലാ റബ്ബിഹി. സുന്നത്തായ അമലുകൾ മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ്. നിങ്ങളെ പൊരേനെ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ അതിലേക്ക് പോകാൻ മനസ്സിലല്ലേ? അതിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ക്ലോക്ക് കൊണ്ടുപോകണം. ഒരു പാരിതോഷികമായി ആ ക്ലോക്ക് ആ കവർന്നിട്ട് ഇങ്ങനെ കൊണ്ടേ കൊടുക്കൂല. അതുള്ള കവറിന്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് വർണ്ണക്കടലാസ് കൊണ്ട് ഒന്ന് ചുറ്റി, പിന്നെ അത് വേറെ ഒട്ടിച്ച് ഒരു കവറിലാക്കി, കവർ പെട്ടിയിലാക്കി ആ പുറക്കാരനെ അയച്ചുണ്ടാക്കണമെങ്കിൽ 1 മണിക്കൂറിന് അധ്വാനം ഉണ്ടാവും. ഒരു ചെറിയ സാധനത്തിന് എത്ര കെട്ടുപെട്ടൊക്കെ കൊണ്ടുപോകാം. പക്ഷെ അതിനൊരു വൃത്തിയും ഒരു ഭംഗിയുണ്ട്. കാരണം ഒരു സാധനം ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം. അപ്പൊ വാങ്ങുന്ന ആൾക്കും ഒരു സന്തോഷമുണ്ട്, കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം. സംഗതി പതിൽ എന്തായാലും അത് നിൽക്കത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയില്ലേ? അറിയുന്ന വാങ്ങുന്ന ആൾക്കും അറിയില്ലേ? അറിയും, ഈ രൂപം വാങ്ങണം കണ്ട്. പക്ഷെ അത് കൊടുക്കുന്നിടത്ത് കെട്ടുമട്ടുണ്ട്. അതേപോലെയാണ് സുന്നത്തായ കർമ്മങ്ങളൊക്കെ ഹദിയത്തുൽ മുഅ്മിനി ഇലാ റബ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പാരിതോഷികമാണ്, ഒരു പ്രസന്റേഷനാണ്. ഫൽയുഹ്സിൻ അഹദുകും ഹദിയതഹു വൽയുതയ്യിബ്ഹാ. ഓരോരുത്തരും അവരവരുടെ ഹദിയ അല്ലാഹുവിലേക്ക് മെച്ചപ്പെടുത്തണം, ഭംഗിയാക്കണം, നല്ല രൂപത്തിലാക്കണം. സുബ്ഹാനല്ലാഹ് സുന്നത്ത് വിടാതെ, അതേ ദിക്ർ വിടാതെ, തഹിയ്യാത്തൊന്നും കുറക്കാതെ, സ്വലാത്തൊന്നും കുറക്കാതെ, ദുആ ഒന്നും കുറക്കാതെ നിസ്കരിക്കുന്ന ഒരു സുന്നത്തിന് എത്ര ഭംഗിയുണ്ട്. വജ്ജഹത്ത് ഫുള്ളായിട്ട് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ദിക്റില്ലേ, ആ ദിക്റെങ്കിലും ചൊല്ലണം. ഫത്ഹുൽ മീൻ പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അത് നീളായി തോന്നാണോ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നെങ്കിലും ആ സ്ഥലത്തൊന്ന് ചൊല്ലിയിട്ട് കറാഹത്ത് വരാതെ സുന്നത്ത് കിട്ടുന്ന രൂപത്തിൽ വജ്ജഹത്ത് ഫുള്ളായിട്ടല്ലെങ്കിലും അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദിക്റെങ്കിലും ചൊല്ലിയിട്ട് സുജൂദിലും റുകൂയിലും ഒക്കെ 3 തസ്ബീഹെങ്കിലും പൂർത്തിയാക്കിയിട്ട് 11 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! അത്രയില്ല 7 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! അത്രയും ഇല്ലല്ലോ 5 ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! ചുരുങ്ങിയതൊരു 3 ചൊല്ലിയിട്ട് കുറച്ചെങ്കിലും ഒരു രൂപഭാവത്തിലൊന്ന് മിനുക്കിയിട്ട് അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിന് സ്വീകാര്യത വേറെയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്, നമ്മളെ പ്രസന്റേഷൻ കെട്ടും മട്ടും നന്നാക്കി കൊണ്ടുപോകുന്നത് പോലെ റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ മട്ടത്തിൽ നന്നാക്കി വിടണം. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ? വജ്ജത്തുല്ല, ഔദു സുന്നത്തുൽ, ഔദു സുന്നത്തുൽ അവിടുന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കണ്ണൊക്കെ തുറച്ചു നോക്കും. അല്ലെങ്കിൽ തന്നെ നേരമില്ലാത്ത ഔദിട്ട് വന്നിട്ട്